السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇന്ത്യൻ ജനാധിപത്യത്തിന് മരണമണി മുഴങ്ങുന്നു എന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കാം. ഇന്നിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഏറെ പ്രസക്തമായ വിഷയമാണിത്. ജനാധിപത്യത്തിന്റെ നിർവചനങ്ങളിൽ ഏറെ പ്രശസ്തി നേടിയതാണ് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുപ്പുകൾ നടത്തപ്പെടുന്ന രാജ്യം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഭരണം നിലനിൽക്കുന്നത്, ജനങ്ങളാലാണോ ഭരണം നിലനിൽക്കുന്നത് എന്നിടത്തേക്ക് ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതി നിലനിൽക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ദുരവസ്ഥ പലപ്പോഴും പല റിപ്പോർട്ടുകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിന്റെ ചർച്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് അവിടെയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം, ദുർബലമായ ജനാധിപത്യം, ശോചനീയമായ ജനാധിപത്യ അവസ്ഥകൾ എന്നൊക്കെ പല അന്താരാഷ്ട്ര റിസർച്ച് ഗ്രൂപ്പുകളും ഇന്ത്യയെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ ജനാധിപത്യത്തെ നിർണയിക്കുന്നത് 4 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന 4 കാര്യങ്ങളാണ്. നിയമനിർമ്മാണവും ഭരണനിർവഹണവും നീതിന്യായ നിർവഹണവും മാധ്യമ സ്വാതന്ത്ര്യവും എന്നീ 4 കാര്യങ്ങളാണ് അതിൽ ഊന്നി നിൽക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഈ 4 കാര്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് രാജ്യത്തെ ഭരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം ആ ഭരണതലപ്പത്തേക്ക് എത്തിയ സാഹചര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മെ ഞെട്ടിപ്പിക്കുകയും ഭീകരമായ സാഹചര്യത്തിന്റെ ആഴങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. 2000-കളിൽ നടന്ന വർഗീയ കലാപങ്ങൾ, ഗുജറാത്ത് കലാപം അടക്കമുള്ളവ, അവയെ തുടർന്നു വന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ന് നമ്മെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഭീതിതമായ അവസ്ഥയാണ്. ഏറ്റവും ഒടുവിലായി നാം കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി രാജ്യം നീങ്ങുന്ന ശോചനീയമായ അവസ്ഥകളാണ്. ശക്തമായ അടിയന്തരാവസ്ഥ കാലത്തെ അതിജീവിച്ച നമുക്ക് എന്തുകൊണ്ടാണ് ഇന്നിന്റെ കാലം കൂടുതൽ ഭീതിതമാകുന്നു എന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. കേവലം ഇംഗ്ലീഷിലെ അക്ഷരമാലകൾ പിതാക്കന്മാരുടെ പേരായ ഒരു വീട്ടുപേരിൽ 100 പേർ തിങ്ങി താമസിക്കുന്ന, മരിച്ചവർ വോട്ട് ചെയ്യുന്ന, ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പുകൾ നടത്തപ്പെടുന്നത്. രസകരമായ ഒരു തമാശയിലൂടെ വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഉണർത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. മരിച്ചവരുടെ കൂടെ ഞാനിതാ ചായ കുടിക്കുന്നു. ഒരു പ്രത്യേക മണ്ഡലത്തിൽ പോയി അവിടെ തങ്ങൾക്ക് അനുകൂലമായവരെ വോട്ട് പട്ടികയിൽ ചേർക്കുകയും അനാവശ്യമായവരെ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു. വോട്ടവകാശം എന്ന ജനാധിപത്യത്തിന്റെ സവിശേഷമായ പ്രത്യേകതയെ എത്ര കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ചില വിഭാഗങ്ങൾ തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായ അക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും മറ്റൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞതുപോലെ ആദ്യം അവർ ഒരു ജനവിഭാഗത്തെ തിരഞ്ഞുപിടിക്കും, അപ്പോൾ മറ്റുള്ളവർ മൗനം പാലിക്കും. ഇങ്ങനെ അവർ ഓരോ ജനവിഭാഗങ്ങളെയായി ആക്രമിച്ചു കൊണ്ടിരിക്കും. അവസാനം നമ്മുടെ മുന്നിലെത്തുമ്പോഴാണ് ഓരോരുത്തരും ബോധവാന്മാരാവുക. ഇതാണ് ഫാസിസത്തിന്റെ ക്രൂരമായ പ്രവൃത്തി. അവർക്കൊരു മതവിഭാഗത്തോട് മാത്രമല്ല, അവർ ദളിതരെയും ആക്രമിക്കും, മുസ്ലിങ്ങളെയും ആക്രമിക്കും, ക്രിസ്ത്യാനികളെയും ആക്രമിക്കും. അവർക്ക് ഹിന്ദു എന്ന മതമില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഒരു പ്രത്യയശാസ്ത്രമാണുള്ളത്. അത് ഭീകരതയാണ്, അത് ക്രൂരതയാണ്, അനീതിയാണ്, അധർമ്മമാണ്.
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ, ജനവിഭാഗത്തിനെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിഭീകരമായ പ്രസ്താവനകൾ ഒരു മടിയും കൂടാതെ പുറന്തള്ളിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടഭക്ഷണങ്ങളെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യ നിഷേധം, ബീഫ് നിരോധനം, ഇന്ത്യൻ മതേതരത്വം എന്ന പേരിൽ നാം അഭിമാനം കൊണ്ടിരുന്ന ഒരു കാര്യം, ഒരു മതത്തെയും പ്രത്യേകം സ്വീകരിക്കാതിരിക്കുകയും എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന മഹത്തായ സെക്യുലറിസം ഉൾക്കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഇന്ന് ആ മതത്തിന്റെ നിയമങ്ങളിൽ കൈകടത്തലുകൾ നടത്തപ്പെടുന്നു. ഷബാനു കേസ് മുതൽ മുത്തലാഖ് വിഷയം മുതൽ രാജ്യത്ത് ഇന്ന് എത്തി നിൽക്കുന്ന പല വിധികളിലും നാം കണ്ടതാണ്. നൂറുകണക്കിന് ആളുകൾ പശു നിരോധത്തെ തുടർന്ന് ഈ വർഗീയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ധാരാളം പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. 1000ഉം 2000ഉം 700ഉം വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന പള്ളികൾക്കടിയിൽ ബിംബങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞ് തച്ച് തകർക്കപ്പെടുന്നു. മറ്റൊരു വശത്ത് എവിടെയാണ് ഈ നീതിന്യായ വ്യവസ്ഥകളുടെ പോക്ക് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. 1990കളിൽ കൊണ്ടുവന്ന ആരാധനാലയ നിയമങ്ങളെ തച്ചുവാർക്കും വിധമാണ് ഈ അവസ്ഥകളുടെ പോക്ക്. ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യം മുഴുവനായി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആർത്തു കരയേണ്ടവരല്ല നമ്മൾ. നമുക്ക് പ്രതീക്ഷക്ക് വകയുണ്ട്, നിരവധി വകയുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും രാഷ്ട്രീയ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതിനു പുറമെ പ്രഥമമായി വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, ഇന്നും കരണ്ടില്ലാത്ത യുഗത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ, മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ആ മനുഷ്യരെ ചേർത്തു പിടിക്കുക, ആ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകുക. ആ മനുഷ്യർ തടയപ്പെടുന്ന കീഴ്ജാതിക്കാരായ ഹിന്ദുക്കൾ മുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുതൽ ഇന്ന് വൈദ്യുതി ഇല്ലാത്ത, കരണ്ടില്ലാത്ത 50-60 കിലോമീറ്ററുകൾക്കപ്പുറം മാത്രം വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമായ ജനങ്ങൾക്കിടയിൽ നാം ഇറങ്ങി പ്രവർത്തിക്കലാണ് ഇതിനൊക്കെയുള്ള പരിഹാരം. അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥകൾക്കോ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥകൾക്കോ എതിരെ മുറവിളി കൂട്ടുകയോ അതിനെതിരെ അതൊക്കെ തകർക്കുകയോ ചെയ്യലല്ല പരിഹാരം. നാം മാന്യമായി നിയമവ്യവസ്ഥകളിലൂടെ, ജനാധിപത്യ മാർഗങ്ങളിലൂടെ, ഭൗതികപരമായ ചിന്തകളിലൂടെ ഇതിനെ പരിഹരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.